നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴി, താറാവ് വിഭവങ്ങളുടെ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും അധികൃതർ കർശന നിരോധനം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകൾ ഇന്ന് അടച്ചിടുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സൂചനാ പണിമുടക്ക് നടക്കുന്നത്. കൊച്ചി ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം, 12 കടകൾ കത്തിനശിച്ചു. എറണാകുളം നഗരത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ബ്രോഡ്വേയിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 12ഓളം കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. വൻ സാമ്പത്തിക നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ, ഗിഫ്റ്റ് ഐറ്റങ്ങൾ എന്നിവ വിൽക്കുന്ന 12ഓളം കടകളാണ് പൂർണ്ണമായും വെണ്ണീറായത്. വേടന്റെ സംഗീത പരിപാടിക്കിടെ നിരവധി പേർക്ക് പരിക്ക്. പരിപാടി കാണാൻ സംഘാടകർ പ്രതീക്ഷിച്ചതിലും ഇരട്ടിയിലധികം ആളുകൾ എത്തിയതായാണ് നിയന്ത്രണം വിടാൻ കാരണമായത്. ഏകദേശം 25,000ഓളം പേർ പരിസരത്ത് എത്തിയതായാണ് പ്രാഥമിക വിവരം. തിരക്കിനിടയിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനെ ട്രെയിൻ തട്ടി ഒരു മരണം. പൊയിനാച്ച് സ്വദേശിയായ ശിവാനന്ദാണ് മരിച്ചത്. പുകമഞ്ഞിൽ മുങ്ങി ഡൽഹി. തലസ്ഥാനമായ ഡൽഹിയിൽ വായു മലിനീകരണവും കനത്ത പുകമഞ്ഞും അതീവ ഗുരുതരമായി തുടരുന്നു. ഇന്ന് പുലർച്ചെ കാഴ്ച പരിധി പലയിടങ്ങളിലും 0 മീറ്ററിലേക്ക് താഴുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നഗരത്തിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂർ കൂടി സമാനമായ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. ആരവല്ലി ഉത്തരവ് മരവിപ്പിച്ച് സുപ്രീം കോടതി. പരിസ്ഥിതിക്ക് ആശ്വാസം. ആരവല്ലി മലനിരകളെ തകർക്കുന്ന രീതിയിലുള്ള ഖനനത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തടയിട്ടുകൊണ്ടാണ് സുപ്രീം കോടതി തങ്ങളുടെ മുൻ ഉത്തരവ് മരവിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ സമർപ്പിച്ച പുതിയ നിർവചനം ശാസ്ത്രീയമല്ലെന്ന് കോടതി കണ്ടെത്തി. പരിസ്ഥിതിയേക്കാൾ ഖനന താൽപര്യങ്ങൾക്കാണ് പുതിയ നിർവചനം മുൻഗണന നൽകുന്നതെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.